ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തുള്ളി മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് നെടുമ്പരിക്കൽ വീട്ടിലേക്ക് ചീറി പനിയെത്തിയ പോലീസ് രോഹിത്തിനെ പിടികൂടുന്നുണ്ട്. ബാലചന്ദ്രന്റെ മുന്നിൽ എത്തിച്ച് എന്താണ് അവൻ ചെയ്ത തെറ്റെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അതൊരിക്കലും ബാലചന്ദ്രനും അലീനയ്ക്കും കൃഷ്ണമോൾക്കും ബബിതയ്ക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല. വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ബാലചന്ദ്രന്റെയും ആ മൂന്ന് പെൺകുട്ടികളുടെയും മുന്നിൽ വെച്ച് രോഹിത്തിനോട് ആ പോലീസുകാരൻ പെരുമാറുന്നുണ്ടായിരുന്നത്. എസ് ഐ ആയിട്ടുള്ള അയാള് പെരുമാറുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ആ മൂന്ന് കൂട്ടുപ്രതികളെയും കൂടി ഇവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിലെ ഹരിശങ്കറിനെയും കണ്ടിട്ട് ബാലചന്ദ്രനും അലീനയും ഒക്കെ ഞെട്ടുന്നുണ്ട്, കൃഷ്ണമോളൊക്കെ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് ഇവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹരിശങ്കറിന്റെ കൂട്ടുകെട്ട് ഒടുക്കം രോഹിത്തിനെ ജയിലിലെത്തിക്കും എന്നുള്ള അലീനയുടെ കണ്ടെത്തലുകൾ തെറ്റിപ്പോവാതിരിക്കുക ആണ് ചെയ്തത്. ഒടുക്കം ജയിലിൽ തന്നെ രോഹിത്തിനെ എത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഹരിശങ്കറിനോടും മറ്റു രണ്ട് കൂട്ടുപ്രതികളോടും പോലീസുകാരനായിട്ടുള്ള എസ് ഐ ചോദിക്കുന്നുണ്ട്, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഹരിശങ്കർ പറയുന്നുണ്ട്, ഇല്ല, എല്ലാം പ്ലാൻ ചെയ്തതും നടപ്പിലാക്കുന്നതൊക്കെ രോഹിത്തും കൂടി അറിഞ്ഞിട്ടായിരുന്നു, എല്ലാത്തിനും രോഹിത്തും ഉണ്ടായിരുന്നു എന്നുള്ള ഹരിശങ്കറിന്റെ മറുപടി രോഹിത്തിനെ ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹിത്തിനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പൊ എസ് ഐ പറയുന്നുണ്ട്, പോരെ, മതിയല്ലോടെ നിനക്ക്, ഇനി നിങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റങ്ങളും ഞാൻ തെളിയിക്കും എന്നൊക്കെ നിന്നെ കൊണ്ട് പറയിക്കും എന്നുള്ളൊരു ഭീഷണി കൂടി മുഴക്കിയിട്ടാണ് പോലീസുകാരൻ ഇവരെ 4 പേരെയും കൊണ്ടുപോകുന്നത് കേട്ടോ. രോഹിത്തിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഒരിക്കലും ബാലചന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ ചെയ്താലും തന്റെ മകനെ പോലീസുകാരൻ വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോവാന്ന് പറയുന്നത് ഒരച്ഛന് സഹിക്കുന്ന കാര്യമല്ല. അത് ബാലചന്ദ്രന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് തന്റെ മകൻ മറയുന്നതിന് മുന്നേ തന്നെ ബാലചന്ദ്രൻ കുഴഞ്ഞു വീഴാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അടുത്തു നിന്ന് അലീനയും കൃഷ്ണമോളും പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിടിച്ച് സോഫയിൽ കൊണ്ട് ഇരുത്തുന്നുണ്ട്. അലീന പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്ത് ഒരു ആംബുലൻസിനോട് വരാൻ പറയുന്നുണ്ട്. പിന്നെ അവള് കൃഷ്ണമോളെ അവിടെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അച്ഛനെ നോക്കിയിട്ട് വേഗം പോയി ശർമ്മ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ശർമ്മ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പട്ടിക്കുട്ടി അലീനെ കാണുമ്പോൾ വേഗം ഓടി വന്ന് അലീനയോട് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പട്ടിക്കുട്ടി ഒന്ന് തലോടൊക്കെ ചെയ്ത് വേഗം അകത്തേക്ക് കയറി ശർമ്മ ഡോക്ടറോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ പെട്ടെന്ന് കുഴഞ്ഞു വീണു, എന്താണെന്നറിയില്ല, ഡോക്ടർ വന്ന് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവാൻ എന്താ കാരണം എന്നൊക്കെ ശർമ്മ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, അത് പോലീസ് വന്ന് രോഹിത്തിനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അവിടേക്ക് പോലീസ് ജീപ്പ് വരുന്നത് ഞാനും കണ്ടിരുന്നു, എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ശർമ്മ ഡോക്ടറോട് അലീന എല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്, സത്യം എന്താണെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോലീസുകാരും രോഹിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ആ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീഴൊക്കെ ചെയ്തത്. എന്തെങ്കിലും ചെയ്യണം ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് വേഗം അലീന ശർമ്മ ഡോക്ടറെ വിളിച്ച് നിലമ്പുരകൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും ആംബുലൻസ് വരുന്നുണ്ട്. അങ്ങനെ ഇവര് 3 പേരും, അലീനയും ശർമ്മ ഡോക്ടറും ബാലചന്ദ്രനും കൂടി ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ തന്നെ കൃഷ്ണമോളോട് അലീന പറയുന്നുണ്ട് കേട്ടോ, മോളെ വാതിലടച്ചു കുറ്റിയിട്ട് അകത്തിരുന്നോളൂ, ആരൊക്കെ വന്ന് വിളിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും തുറന്ന് പുറത്തേക്ക് വരരുത്, ഞാൻ വന്നതിന് ശേഷം മാത്രം പുറത്തേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബബിത പറയുന്നുണ്ട്, നീ പറയുന്നത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്, നിന്റെ ഉപദേശം ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറയുന്നുണ്ട്, ബബിത നിന്റെ ദേഷ്യം കാണിക്കാനുള്ള സമയമല്ല, ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വേഗം ആംബുലൻസിൽ കയറിയിട്ട് ഇവര് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, അത് പെട്ടെന്നുണ്ടായ ഷോക്കിലായിരിക്കും, എന്തായാലും ഒന്ന് നമുക്ക് ഒബ്സർവേഷനിൽ കടത്തി നോക്കാം, എന്നിട്ട് ഇന്നോ നാളെയോ തന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, ഒരു 3-4 ദിവസം കിടത്തിയിട്ട് നന്നായി നോക്കിയതിന് ശേഷം മാത്രം ഡിസ്ചാർജ് മതി എന്ന് പറയുന്നുണ്ട്. അലീന അങ്ങോട്ട് നിർദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അലീന. എന്തായാലും അച്ഛൻ നമുക്ക് ഒരു വക്കീലിനെ കണ്ടിട്ട് രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികൾ നോക്കണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അതിന് തീർത്തും എതിർക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് അവന് പുറത്തിറക്കുന്നത്? അവൻ ചെയ്ത കാര്യത്തിന് അവനെ ഒന്നും പുറത്തിറക്കാൻ പാടില്ല, അവന് ശിക്ഷ കിട്ടേണ്ടതാണ്.
നീ ഒരു വട്ടം അവര് രണ്ടുപേരോടും ക്ഷമിച്ചതാണ്, അവരുടെ ഭാവി ഓർത്ത്, ഞങ്ങളെ ഓർത്ത് നീ ക്ഷമിച്ചു. പക്ഷെ എന്നിട്ട് അവര് നന്നായില്ലല്ലോ. ഇനി അവനൊക്കെ ശിക്ഷ കിട്ടിയിട്ട് അവിടെ കടന്ന് നരയിക്കട്ടെ, എന്താ വെച്ചാൽ ആയിക്കോട്ടെ. അവന്റെ ഭാവി പോയില്ല, അവന് ഞാൻ എങ്ങനെ നോക്കി വളർത്തിയതാ. അവനുണ്ട് രണ്ട് പെങ്ങന്മാര്, അതൊക്കെ അവ ഓർക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, ചിലപ്പോ രോഹിത് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഹരിശങ്കർ പറഞ്ഞപ്പോ ഒന്ന് പോയിട്ടുണ്ടാവും ചിലപ്പോ. ഹരിശങ്കറിന്റെ പ്രലോഭനത്തിൽ വീണിട്ടുണ്ടായിരിക്കും. എന്നാലും അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് കാര്യങ്ങൾ നേരെ അറിയില്ലല്ലോ അച്ഛ. എന്തായാലും അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികൾ നോക്കണം. ഞാൻ ഗോവർദ്ധൻ അങ്കിളിനോട് പറയാം. എന്തായാലും അച്ഛൻ ഇപ്പൊ ഒന്നും അറിയണ്ട, നിങ്ങൾ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പൊ ഇനി വരണ്ട, ഗോവർദ്ധനോട് പറഞ്ഞാൽ മതി. എന്റെ മൊബൈൽ ഫോണും കൂടി നീ ഗോവർദ്ധന്റെ കയ്യിൽ കൊടുത്തു വിടെന്ന് പറയുമ്പോ ആലീന പറയുന്നുണ്ട്, ഇല്ല അച്ഛനെ 2-3 ദിവസം മൊബൈൽ ഫോണും ഒന്നും നോക്കണ്ട, പത്രവും മൊബൈലും ഒന്നും വേണ്ട, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചിട്ട് അലീന പോകുന്നുണ്ട്. അലീന അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇനി പത്രവും ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞ് തന്റെ അസുഖം കൂടണ്ട, ഈ വാർത്തകൾ കണ്ടു കണ്ട് തന്റെ അസുഖം കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അലീന അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ബാലചന്ദ്രന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വീട്ടിലെത്തിയ അലീന ആദ്യം തന്നെ പോയി രോഹിത്തിന്റെ റൂം നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്തിന്റെ റൂമിലുണ്ടായിരുന്ന അശ്ലീല വീഡിയോസ് ഉള്ള സീഡികളും ഫോട്ടോസും ബുക്കുകളും ഒക്കെ അരിച്ചു പെറുക്കി കിട്ടിയതെല്ലാം ഒരു ഒരു ബോക്സിലാക്കി ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഗോവർദ്ധൻ വരുമ്പോൾ ഗോവർദ്ധന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അതൊക്കെ പരതുന്ന സമയത്താണ് അവിടേക്ക് ഗോവർദ്ധൻ വരുന്നുണ്ട്. ഗോവർദ്ധൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് അലീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോ എന്നിട്ട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, നേരെ അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കൃഷ്ണയോട് ചോദിക്കുമ്പോൾ അലീന മുകളിലത്തെ റൂമിലാണ്, രോഹിയേട്ടന്റെ മുറിയിലാണെന്ന് പറയുമ്പോൾ നേരെ രോഹിത്തിന്റെ മുറിയിലേക്ക് ഗോവർദ്ധൻ പോകുന്നുണ്ട്. അപ്പോ അലീന അവിടെ ഇങ്ങനെ എല്ലാം പരതുന്നത് കാണുന്നുണ്ട്. അപ്പൊ നീ എന്താ ഈ റൂമിൽ ചെയ്യുന്നതെന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഗോവർദ്ധനോട് അത് പറയേണ്ടതെന്ന് അലീനയ്ക്ക് അറിയുന്നില്ല. അപ്പൊ അലീന നേരെ ഗോവർദ്ധന്റെ മുന്നിലേക്ക് ഈ ബോക്സ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ട ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയതാണോ? അതെ, ഇനി എങ്ങാനും പോലീസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലീസ് വന്ന് ഇതൊന്നും അവരുടെ കൈ കെട്ടരുതെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ നോക്കിയതാണ്. അങ്ങളും തിരിച്ചു പോകുമ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിച്ച് കളയണം. ഒരിക്കലും ഇത് പോലീസുകാരുടെ കൈ കിട്ടരുത്. അത് രോഹിത്തിന്റെ പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കാത്ത വിധം ആക്കി തീർക്കും. അവർക്ക് കിട്ടുന്ന തെളിവുകളായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ബാലേട്ടനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അലീന പറയുന്നത് പോലെ ചെയ്താൽ മതി എന്നാണ് ബാലേട്ടൻ പറയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത് പറയുമ്പോൾ, അങ്കിൾ എങ്ങനെയെങ്കിലും അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികൾ നോക്കണം. ജാമ്യം കിട്ടുന്ന കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികൾ നോക്കണം എന്ന് അലീന പറയുന്നുണ്ട്. രോഹിത് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഹരിശങ്കറിന്റെ കൂടെ ചിലപ്പോൾ ഒരു ആൾബലത്തിന് പോയിട്ടുണ്ടായിരിക്കാം. പോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും രോഹിത് അങ്ങനെ ഒരു ക്രൂരമായ പ്രവൃത്തിയൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എന്റെ കണക്കുകൂട്ടലുകൾ. രോഹിത്തിനോട് നമുക്കൊന്ന് സംസാരിക്കാൻ എന്നോട് അവനൊന്നും പറയണമെന്നില്ല. അങ്കിൾ അവനോടൊന്ന് ചോദിച്ചു നോക്കണം, എന്താ ഉണ്ടായതെന്ന് കൃത്യമായി പറയണം. അവന്റെ ഭാവിയാണ് നശിക്കുന്നത്, അത് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ നോക്കാം. 2-3 ദിവസത്തേക്ക് കടകളൊന്നും തുറക്കണ്ട എന്നും അലീന ഗോവർദ്ധനോട് പറയുന്നുണ്ട്. അപ്പൊ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്തിനാണ് കടകൾ തുറക്കണ്ട എന്ന് പറയുന്നത്? അത് വേണ്ട, 3-4 ദിവസത്തേക്ക് കടകളൊന്നും തുറക്കണ്ട. ആളുകളൊക്കെ വിവരം അറിഞ്ഞ് കടകൾ ആക്രമിക്കാൻ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് കടകളൊന്നും 3-4 ദിവസത്തേക്ക് തുറക്കണ്ട അങ്കളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ട് ഗോവർദ്ധൻ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ബബിത അവിടെ നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് ബബിത വളരെ മോശമായിട്ട് ഗോവർദ്ധനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്കിൾ എന്തിനാണ് ഒക്കെ അവളോട് പോയി പറയുന്നത്? അവൾ ഇവിടുത്തെ വെറും വേലക്കാരിയല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന അങ്കിളിനെ കാണാനി, പിന്നെ എന്താണ് നിങ്ങൾ അവളോട് മാത്രം പറയുന്നത്? അച്ഛൻ എങ്ങനെയുണ്ട്, രോഹിയേട്ടന്റെ കാര്യം എന്തായി എന്നൊന്നും ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാതെ എന്തിനാണ് അലീനയോട് പറയുന്നത്? അലീനയുടെ തൊലിവെളുപ്പ് കണ്ടിട്ടാണോ അലീനയോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, നിന്റെ അച്ഛനും അമ്മയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിലാണ്. ഒരു അനുജനുണ്ടായിരുന്നത് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ, ഒരു ഏട്ടനുണ്ടായിരുന്നത് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലും. ഇനിയെങ്കിലും നിലത്തിറങ്ങി നിൽക്ക് പെണ്ണെ.
എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ പോകുന്നുണ്ട് കേട്ടോ. അതാകെ ബബിതയ്ക്ക് ആകെ ചമ്മിയെ പോലെ ആവുന്നുണ്ട് കേട്ടോ. അവൾ ഇൻസൾട്ട് ചെയ്തതാണല്ലോ, അത് അങ്ങനെ ഇൻസൾട്ട് ചെയ്തപ്പോൾ തന്നെ ബബിതയ്ക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് അലീന താഴത്തേക്ക് ഇറങ്ങി പറയുന്നുണ്ട്, ബബിതേ ഇങ്ങനെ നിനക്ക് ഇങ്ങനെ കൊച്ചങ്ങൾ പറയാനും ഇപ്പോഴും ഏഷ്യനി കൂട്ടാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പൊ നമ്മുടെ ഉള്ളത്. ഇനിയെങ്കിലും ഒന്നൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കാൻ നോക്ക്. രോഹിത്തിനെ എങ്ങനെയും പുറത്തിറക്കാനുള്ള സാഹചര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്, അല്ലാതെ വീട്ടില് പ്രശ്നങ്ങൾ കൂട്ടാനല്ല നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബബിതേനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബബിത അത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് പോലീസുകാരും അലീനയെ അന്വേഷിച്ച് തിരിച്ച് നെടുമ്പുരക്കൽ വീട്ടിലേക്ക് എത്തുന്നത് വരെയാണ് നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നത്. അത് എത്തുന്നുണ്ട്, അലീനയെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അലീനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനു മുന്നേ തന്നെ മനുവിനെ വിളിച്ചിട്ട് അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മനുവിനൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ തന്നെ അനുജന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരിക്കലും മനുവിന് സാധിക്കുന്നില്ല. ഞെട്ടലോടെയാണ് മനു ആ വാർത്ത അറിയുന്നത്. അതൊക്കെ വരാൻ പോകുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാക്കി എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.